നമ്മൾ താമരശ്ശേരിയിലേക്കാണ്. അവിടെ ചുരത്തിൽ വീണ്ടും മണ്ണിടിഞ്ഞ് ഗതാഗതമാകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മണ്ണും കല്ലുകളുമൊക്കെ റോഡിലേക്ക് ഒലിച്ചിറങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കനത്ത മഴയും അവിടെ തുടരുന്നു എന്നതാണ് പ്രശ്നം. കമൽ വിവരങ്ങളുമായിട്ടുണ്ട്. കമൽ, എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? മഴ ഇപ്പോഴും ശക്തമാണോ? മഴ കനത്തപ്പോൾ മണ്ണും കല്ലുമെല്ലാം ഒലിച്ചിറങ്ങുന്ന ദൃശ്യങ്ങളാണ്. അതാണ് വീണ്ടും ഈ വഴിയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ അപകടകരമായ സാഹചര്യമുണ്ട്. എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് അതിലെ വാഹനങ്ങൾ കടത്തിവിടാൻ റോഡ് ഏകദേശം ക്ലിയർ ആണെങ്കിൽ പോലും ഇങ്ങനെ കല്ലും മണ്ണുമൊക്കെ താഴേക്ക് ഒഴുകി വരുന്നത് കൊണ്ട് അപകടകരമായ സ്ഥിതി ഉള്ളതുകൊണ്ടാണ് വാഹന ഗതാഗതം തൽക്കാലം വിലക്കേണ്ടി വരുന്നത്. കമൽ, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? കമൽ, ചുരം പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ കയറ് കെട്ടി ഈ കവാടത്തിൽ, ലക്കിടിയിൽ നിന്ന് ചുരത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടം തന്നെ കയറ് കെട്ടി അടച്ചിരിക്കുന്നു. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ആംബുലൻസ് മാത്രമാണ് കടത്തിവിടുന്നത്. പ്രതികൂല കാലാവസ്ഥയാണ് ഇന്ന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചത്. കാരണം ഉച്ചയോടെ കനത്ത മഴയാണ് ചുരത്തിൽ പെയ്തത്. ആ സമയത്ത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നേരത്തെ മണ്ണിടിഞ്ഞ സ്ഥലത്ത് കുത്തിയൊലിച്ച പാറക്കല്ലുകളും ചെളിവെള്ളവും ഒക്കെ കൂടെ വീണ്ടും റോഡിലേക്ക് വന്നു. JCB ഉപയോഗിച്ച് റോഡിൽ നിന്ന് അത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അതിലൂടെയുള്ള യാത്ര സുരക്ഷിതമല്ല. അത്രയും എമർജൻസിയുള്ള വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. മഴ കുറച്ചെങ്കിലും ഒന്ന് മാറി നിൽക്കാതെ എന്തെങ്കിലും ഒരു പരിഹാരമാർഗം ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വാഹനങ്ങൾ കുറ്റ്യാടി വഴി തന്നെയാണ് കടന്നു പോകുന്നത്. കുറ്റ്യാടി ചുരത്തിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓണം വെക്കേഷൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്കൊക്കെ വീട്ടിലേക്ക് വരാനുണ്ട്, വയനാട്ടിലേക്ക് വരാനുണ്ട്. ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട്, മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാരുണ്ട്. അത്തരത്തിൽ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ശരി ശരി കമലാണ് വിവരങ്ങൾ നൽകിയത്. T. കമലയുടെ പ്രതികരണത്തിലേക്ക്. അപ്പോൾ ഇത്രയും തീവ്രമായ മഴ, മേലെ ഭാഗത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കോട നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ താഴെ ഭാഗത്ത് മുഴുവൻ പോയി അവിടെ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഇത് പരിശോധിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ 3 ദിവസമായി വയനാട്ടിലെ പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേ 766 ചുരം ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ഓണം ഫെസ്റ്റാണ്. ആയിരക്കണക്കിന് കുട്ടികൾ, ആളുകൾ, വീടുകളിലേക്ക് പോകുന്നവർ, ഇതുവഴി പാസ് ചെയ്യുന്നവർ ഇങ്ങനെ അനിശ്ചിതത്വപരമായി ഇടാൻ പാടില്ല. കാലാവസ്ഥ ഇപ്പോൾ പ്രതികൂലമാണ്. കാലാവസ്ഥ നേരെയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാലാവസ്ഥ നേരെയായി കഴിഞ്ഞാൽ നമുക്കിത് പരിശോധിച്ച് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കൂടി. പുറത്ത് പഠിക്കുന്ന പിള്ളേർ, അവർക്കൊക്കെ ഒന്ന് കടന്നു വരാനുള്ള മെയിൻ ഒരു ആക്സസ് ഈ വഴിയാണ്. മറ്റു വഴികൾ പല കുട്ടികൾക്ക് അറിയില്ല. കാരണം മാനന്തവാടിക്കാർക്കൊക്കെ അറിയായിരിക്കും. ബത്തേരി, മറ്റ് കൽപ്പന മേഖലകൾക്കുള്ള ആളുകൾക്ക് മെയിൻ ഒരു ആക്സസ് ആയിട്ടുള്ള വഴിയാണിത്. വളരെയധികം ദുരിതത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം ഇപ്പോഴത്തെ ഈ പൊട്ടും കൂടി കണ്ടോളൂ. ഇനിയിപ്പോൾ എന്താണ് സർക്കാർ എടുക്കുന്ന തീരുമാനം എന്ന് ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഒരു പരിഹാരം ഇപ്പം നമുക്കൊക്കെ എന്താ നിർദ്ദേശിക്കാനുള്ള? തുരങ്കം വന്ന ഒരു പരിഹാരം ആവും, അല്ലെങ്കിൽ മറ്റ് ബദൽപാത ഇപ്പം അടിയന്തരമായിട്ട് മരുതിലാവ് തളിപ്പുഴ ബദൽപാത അടിയന്തരമായിട്ട് കൊണ്ടുവരിക. ബൈപ്പാസ് ഇല്ലെങ്കിൽ പുഴുത്തോട് ബൈപ്പാസ്. ഇതല്ലാതെ വേറെ ഒരു മാർഗം ഇതിനില്ല. കാരണം അതുപോലെ ഇനിയും ദുരന്തങ്ങൾ സംഭവിക്കാം. കാരണം ഇതുപോലെ മണ്ണിടിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുണ്ടാവും. ഇതിന് ഇനി ശാശ്വതമായിട്ട് വേറൊരു മാർഗമില്ല. ബദൽപാത കൊണ്ടുവരാമെന്നില്ല മാത്രമേ ഞങ്ങൾക്ക് വയനാട്ടുകാർക്ക് പറയാനുള്ളൂ ഈ വിഷയത്തിൽ. ഒരു മണിക്കൂറിൽ 60ഓളം ആംബുലൻസ് ഈ ചുരത്തിൽ കയറി ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നുണ്ടായ ഉച്ചയ്ക്കുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി ഇപ്പോൾ MLAയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പോയിട്ടാണ് JCB ഉപയോഗിച്ച് തൽക്കാലം ആംബുലൻസ് പോകാൻ പോലും സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴും എന്തും സംഭവിക്കാൻ വന്നിടത്താണ്. അപ്പോൾ ഞങ്ങളുടെ ആശങ്ക ബന്ധപ്പെട്ട അധികാരികൾ ഇതൊന്ന് വയനാട് ജില്ലയുടെ അതിർത്തിയും തൊട്ടപ്പുറം കോഴിക്കോട് ജില്ലയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വലിയ പങ്കാളിത്ത കുറവ് തന്നെയുണ്ട്. ഇപ്പോഴവിടെ ശാശ്വത പരിഹാരം നിലക്ക് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കണ്ടുവരുന്നത് ഇടിച്ചിലുണ്ടാകുന്ന സ്ഥലത്ത് ഇരുമ്പ് കമ്പി വേലികൾ, നെറ്റ് പോലത്തെ സാധന സാമഗ്രികൾ ഉപയോഗിച്ച് കല്ലും മണ്ണും റോഡിലേക്ക് വരാതിരിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അതിന് ബന്ധപ്പെട്ട ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് തയ്യാറാകുക എന്നുള്ളതാണ് പറയാനുള്ളത്.